ഇത് ഇന്ത്യ രാജ്യത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഇലക്ഷൻ കഴിയുമ്പോൾ ഏറ്റവും വലിയ കക്ഷി ആരാണ് എന്ന് രാഷ്ട്രപതി തലയെണ്ണി നോക്കുന്നത് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും ആയിരിക്കും. അതിലാർക്കാണോ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ളത് ആ കക്ഷിയുടെ നേതാവിനെയാണ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തല ആരും എണ്ണാൻ പോകുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു തറവാട് ഭാഗം വയ്ക്കുമ്പോൾ തറവാട്ടിലെ ആ കെട്ടിടം ഭാഗം വയ്ക്കും, തറവാടിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഭാഗം വയ്ക്കും. ഇതെല്ലാം കഴിയുമ്പോൾ കുറെ കിണ്ടിയും കോളാമ്പിയും ബാക്കിയുണ്ടാവും. ഇതാരെങ്കിലും ഭാഗം വയ്ക്കാറുണ്ടോ? ഏതാണ്ട് അതുപോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. സഹോദരനെ പോലെ എന്നെ കൊണ്ടു നടന്ന രംഗം ഞാൻ ഓർക്കുക. അത് തന്നെ പോലെ ഒരു കോൺഗ്രസ്സുകാരന് ഒരു അഭിമാനം, മറ്റെന്താ വേണ്ടത്? അല്ലാതെ സ്ഥാനമാനങ്ങളാണോ? ടിക്കറ്റാണോ? ഇത് ടിക്കറ്റ് ആരും കൊടുക്കാനിട്ടല്ലോ, ജനം ജയിപ്പിക്കണ്ടേ? നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പിണറായിയുടെയും അവസ്ഥ എന്താണ്? അതിന് വ്യത്യസ്തമായ രീതിയിൽ നല്ല കിടിലൻ മറുപടി കിട്ടണമെങ്കിൽ നിങ്ങൾ വടകര MP കെ മുരളീധരനോട് ആ ചോദ്യം ചോദിക്കണം. എങ്ങനെയാണ് ഇത്രയധികം ട്രോൾ ചെയ്ത് പിണറായിയെ കൊല്ലാക്കൊല ചെയ്യാൻ സാധിക്കുന്നത് എന്ന് മുരളീധരനോട് തന്നെ ചോദിക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്നത് തറവാട് ഭാഗം വയ്ക്കുമ്പോൾ അവസാനം വരുന്ന കിണ്ടിയുടെയും കോളാമ്പിയുടെയും അവസ്ഥയാണെന്നാണ് മുരളീധരൻ പറയുന്നത്. ബാക്കി വാലായിട്ട് കുറേ അധികം ഇങ്ങോട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ കേട്ട് തന്നെയാകണം. നവകേരള യാത്രയെ കൊന്നു കൊലവിളിച്ച ഒരു പ്രസംഗം നടത്തിയിരുന്നു മുരളീധരൻ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ഈ പ്രസംഗവും വരുന്നത്. ഇത് ട്രോൾ മാത്രമല്ല കേട്ടോ, വസ്തുനിഷ്ഠമായ ഒരു പ്രസംഗം കൂടിയാവണം. 10 സംസ്ഥാനങ്ങളിൽ ജയിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് ദേശീയ പാർട്ടിയാകാൻ പോകുന്നത് എന്നതടക്കം മുരളീധരൻ പറയുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ട പ്രസംഗമാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രസംഗിക്കേണ്ടത്. വെറുതെ തൊണ്ട കാറിക്കൂവി തൊണ്ട പൊട്ടിയിട്ട് എന്താണ് കാര്യം? പിന്നെ ഇത് പിണറായി കേട്ടോ ആവോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഇതോടെ തൃപ്തിയാകും മൂപ്പർക്ക്. എന്തായാലും ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുരുജനം, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജകമണ്ഡലം നിലനിർത്താൻ കേരളത്തിലെ 20 ലോക്സഭാ നിയോജകമണ്ഡലങ്ങളിലും വിജയത്തിന്റെ വെന്നിക്കുറി പാലിക്കാനുമുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. അതിന്റെ ആദ്യഘട്ടമാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ഇന്നലെ ഞാൻ തൃശ്ശൂരിൽ വന്ന് ഇറങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള ആവേശകരമായിട്ടുള്ള പാർട്ടിയുടെ UDFന്റെ പ്രവർത്തകരുടെ ആ ശക്തമായിട്ടുള്ള മുന്നേറ്റം, അത് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നതാണ്. ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട് UDF സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ അല്പം വൈകി. LDFന്റെയും BJPയുടെയൊക്കെ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷമാണ് UDF വന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നവരോട് എന്നാണ് ഇലക്ഷന് വല്ലത് നിങ്ങൾക്ക് വല്ല ബോധവും? ഏത് തീയതിക്കാണ് ഇലക്ഷൻ? അതായത് ഇനിയിപ്പോ മെയ് മാസത്തിലാണ് കേരളത്തിലെ ഇലക്ഷനെങ്കിൽ അപ്പോൾ ഇത്ര തിരക്കിട്ട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇലക്ഷന്റെ ഡേറ്റ് ആർക്കും അറിഞ്ഞുകൂടാ. അത് മോഡിക്ക് മാത്രമേ അറിയൂ. കാരണം കക്ഷിക്ക് അതിനു മുമ്പ് ചിലർക്കൊക്കെ ചില സമ്മാനങ്ങൾ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അതിന് ശേഷം എന്ന് വേണം എന്ന് അദ്ദേഹം തീരുമാനിക്കും. പക്ഷേ നമ്മൾ എത്രയോ മുമ്പ് തന്നെ UDF തീരുമാനമെടുത്തു കഴിഞ്ഞു. ശക്തമായ പ്രവർത്തനം നടത്തും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരാഗ്നി സംഘടിപ്പിച്ചു. നമ്മുടെ ഘടകകക്ഷികൾ മുഴുവൻ അവരുടേതായിട്ടുള്ള പാർട്ടി പരിപാടികൾ സംഘടിപ്പിച്ചു. UDFന്റെ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇവിടെ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും UDF നേതാക്കളും പറഞ്ഞൊരു വാചകമുണ്ട്: എന്നാണോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് ആ നിമിഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇപ്പോഴും ഇലക്ഷൻ ഡേറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
അതുകൊണ്ട് ഇവിടെ UDF അല്പം താമസിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാം നടക്കേണ്ട സന്ദർഭത്തിൽ നടക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 12, അതായത് 2014 12 സീറ്റാണല്ലോ UDFനുണ്ടായത്. 2019 തെരഞ്ഞെടുപ്പ് വന്നപ്പോ അന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ലിസ്റ്റ് പുറത്തു വരാൻ അല്പം താമസിച്ചു, ശരിയാണ്. പക്ഷെ അന്ന് എന്നെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വടകരയിൽ 3 ആഴ്ച മുമ്പേ പ്രഖ്യാപിച്ച പി ജയരാജൻ 2 റൗണ്ട് പ്രചാരണം നടത്തിയതിന് ശേഷമാണ് ഞാൻ സ്ഥാനാർത്ഥിയായി ചെല്ലുന്നത്. ഞാൻ ചെന്നപ്പോൾ എനിക്കാകെ 3 ആഴ്ചയെ സമയം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്നേക്കാൾ 2 ആഴ്ച മുമ്പേ പ്രചരണം തുടങ്ങിയ സ്ഥാനാർത്ഥിയെ 84,600 വോട്ട് തോൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ വടകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് തീയതി പോലും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ഒട്ടും വൈകിയിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സ്വാഗത പ്രാസംഗികനും ശ്രീ തേറമ്പൽ ഉൾപ്പെടെ പ്രധാനൻ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇന്ത്യ രാജ്യത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഇലക്ഷൻ കഴിയുമ്പോൾ ഏറ്റവും വലിയ കക്ഷി ആരാണ് എന്ന് രാഷ്ട്രപതി തലയെണ്ണി നോക്കുന്നത് BJPയുടെയും കോൺഗ്രസിന്റെയും ആയിരിക്കും. അതിലാർക്കാണോ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ളത് ആ കക്ഷിയുടെ നേതാവിനെയാണ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തല ആരും എണ്ണാൻ പോകുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു തറവാട് ഭാഗം വയ്ക്കുമ്പോൾ തറവാട്ടിലെ കെട്ടിടം ഭാഗം വയ്ക്കും, തറവാടിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഭാഗം വയ്ക്കും. ഇതെല്ലാം കഴിയുമ്പോൾ കുറെ കിണ്ടിയും കോളാമ്പിയും ബാക്കിയുണ്ടാവും. ഇതാരെങ്കിലും ഭാഗം വയ്ക്കാറുണ്ടോ? ഏതാണ്ട് അതുപോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥാനം. പിന്നെ ഇവർ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസുകാരെ ഒന്നും വിശ്വസിച്ച് ഡൽഹിക്ക് അയക്കാൻ വയ്യ, അവരൊക്കെ BJP ആയിട്ട് മാറും. ഇവിടെ CPMന്റെ പാർട്ടി ടിക്കറ്റിൽ ജയിച്ച ഒരു MP ഇപ്പൊ BJPയുടെ കൂടെയല്ലേ, അബ്ദുള്ളക്കുട്ടി. നിയമസഭയിൽ 5 വർഷം ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം ഇപ്പൊ BJPയുടെ നേതാവല്ലേ. അപ്പൊ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്തുള്ള പാർട്ടിയിൽ നിന്ന് MLAയും MP-യും പോയി എന്ന് വെക്കുമ്പോ കോൺഗ്രസ് ഇന്ത്യ മുഴുവനുള്ള ഒരു പാർട്ടിയല്ലേ. അപ്പൊ കോൺഗ്രസിലുള്ള ചിലർ പോകുമ്പോ കോൺഗ്രസിന് ആള് പോകുന്നു, ബദലായിട്ട് ഞങ്ങളെ തെരഞ്ഞെടുക്കാം. ഈ കൊച്ചു സ്റ്റേറ്റിലുള്ള MLAമാരെയും MP-മാരെയും പോലും നിലനിർത്താൻ കഴിയാത്തവർക്ക് എന്താണ് കോൺഗ്രസിനെ വിമർശിക്കാനുള്ള അവകാശം? ഞാനൊരു കാര്യം മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടത്, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണല്ലോ. അദ്ദേഹത്തിനാണല്ലോ CPMൽ ഏറ്റവും സ്വാധീനമുള്ളത്. കാരണം യെച്ചൂരിക്ക് സഞ്ചരിക്കണമെങ്കിൽ തന്നെ ടിക്കറ്റിന്റെ പണം കിട്ടാൻ കേരളത്തിൽ വേണം. ഇവിടെ കുറെ സമ്പാദിച്ചു കൂട്ടിയതുകൊണ്ട് CPMന്റെ എല്ലാ ചെലവുകളും നിർവഹിക്കുന്നത് പിണറായിയാണ്. പക്ഷേ ആ പിണറായിക്ക് എന്നാൽ യെച്ചൂരിയോട് പറയാൻ ധൈര്യമുണ്ടോ? ഈ കോൺഗ്രസിനെ വിശ്വസിച്ചുകൂടാ, അതുകൊണ്ട് ഇന്ത്യയിൽ ഒരിടത്തും കോൺഗ്രസുമായിട്ട് സഖ്യം പാടില്ല എന്ന് പറയാനുള്ള ചെങ്കൂറ്റുണ്ടോ? പറയില്ല. കാരണം അതിർത്തി കടന്നാൽ കോൺഗ്രസിന്റെ കൂടെയാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ കൂടെ, ഇവിടെ ത്രിപുരയിൽ 2 സീറ്റിൽ 1 കോൺഗ്രസ് 1 CPM, ബംഗാളിൽ കോൺഗ്രസും CPMുമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ കോൺഗ്രസ് തന്നെയല്ലേ കേരളത്തിലെയും കോൺഗ്രസ്. കാരണം ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ പാർട്ടിയാ കോൺഗ്രസ്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീ മല്ലികാർജുൻ ഖാർഗെയാണ്. അദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ടാണ് CPMകാർ സീറ്റ് ചർച്ച നടത്തുന്നത്. അപ്പൊ കേരളത്തിൽ മാത്രം BJPയുടെ കൂടെ പോകും, അതുകൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കണം എന്ന് പറയുന്നത് എന്താ അർത്ഥമുണ്ട്? ഇപ്പൊ തന്നെ പല മാർക്സിസ്റ്റ് ബംഗാളിൽ പിന്നെ വ്യക്തികളൊന്നും വിട്ടുപോയിട്ടില്ല കേട്ടോ. ബംഗാള് പാർട്ടി ഓഫീസ് തന്നെ പോയി. അതായത് ചെങ്കൊടി വധിച്ച പാർട്ടി ഓഫീസുകളിൽ പിന്നെ ചെന്ന് നോക്കിയപ്പോ കാണുന്നത് കാവി നിറമാണ്. അപ്പൊ ഹോൾസെയിലായിട്ടാ പോയത്. ഇവിടെ പിന്നെ ചില നേതാക്കന്മാർ, എല്ലാം കിട്ടിയ ചില നേതാക്കന്മാർ, അങ്ങനെയുള്ള ചില നേതാക്കന്മാർ മറുകണ്ഠം ചാടിയെന്ന് വെച്ച് കോൺഗ്രസ് ഇല്ലാതാവും. പിന്നെ കുറെ കാലം ചില പത്രങ്ങളിൽ വരുന്ന വാർത്തയുണ്ട്,
ഇന്ന വ്യക്തി കോൺഗ്രസ് വിട്ടു, BJPയിൽ ചേർന്നു, കോൺഗ്രസിന് തിരിച്ചടി, എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതും ഇയാൾ 6 മാസമായിട്ട് പ്രവർത്തന രംഗത്ത് ഇല്ലാത്ത ആളായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള 5-6 മാസമായിട്ട് ഒരു രംഗത്തും വരാത്ത ചില ആളുകൾ വിട്ടുപോയതാണോ തിരിച്ചടി? ഒരാൾ പോയാൽ 10 പേര് വരില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ BJPക്ക് ബദലെന്ന് പറയാൻ അന്നും ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ ചോദിക്കട്ടെ, BJPയുമായിട്ട് ഫൈറ്റ് ചെയ്തതിന്റെ പേരിൽ, നരേന്ദ്രമോദിയുമായി ഫൈറ്റ് ചെയ്തതിന്റെ പേരിൽ സ്ഥാനം നഷ്ടപ്പെട്ട ഒരേ ഒരു നേതാവ് ഇന്ത്യയിലുള്ളൂ. അത് നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. മോദിയെ വിമർശിച്ചതിന്റെ പേരിൽ കോടതിയിൽ നിന്നും വിധിയുണ്ടായി MP സ്ഥാനം നഷ്ടപ്പെട്ട രാഹുൽ ഗാന്ധി അതേ മോഡിയെ വിമർശിച്ചത്. അതിന്റെ പേരിലാണ് ഗുജറാത്തിലെ മജിസ്ട്രേറ്റ് കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ അദ്ദേഹത്തിന് 2 കൊല്ലത്തേക്ക് ശിക്ഷിച്ചു. അതിന് 2 കൊല്ലത്തിന്റെ പ്രത്യേകത എന്താ? 2 കൊല്ലത്തിൽ 1 ദിവസം കുറഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരില്ല. 2 കൊല്ലം കൃത്യമായി വിധി വരുമ്പോഴാണ് ഒരു മെമ്പർക്ക്, അത് പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗം വരെയുള്ളവർക്ക് അംഗത്വം നഷ്ടപ്പെടുന്നത്. രാഹുൽ ഗാന്ധിക്ക് 2 വർഷം കൃത്യമായി ഗുജറാത്തിലെ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു. അദ്ദേഹത്തിന്റെ MP സ്ഥാനം പോയി. ഞാനന്ന് ഓർക്കുന്നു, ആ സ്ഥാനം അദ്ദേഹത്തിനെതിരായിട്ട് വിധി വന്ന ദിവസം. അന്ന് പതിവില്ലാതെ ലോക്സഭയിൽ നരേന്ദ്രമോദി വന്നു. കാരണം അദ്ദേഹത്തിനെ വല്ലപ്പോഴേ ഞങ്ങൾ കാണാറുള്ളൂ. ലോക്സഭയിലാണെങ്കിൽ നമ്മൾ പറയല്ലോ, ഈ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ സിനിമയിൽ, അതുപോലെ മാത്രം വരുന്ന ഒരാൾ. ഇന്ന് വരെ ഞാനും പ്രതാപനും ഈ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തിനോട് ഞങ്ങൾ ചോദ്യം ചോദിച്ചു, പക്ഷെ അദ്ദേഹം ഞങ്ങൾക്ക് ഉത്തരം തന്നിട്ടില്ല. സഭയിൽ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാത്ത ഇന്ത്യയിലെ ഏക പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദി. ഇന്ന് വരെ ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല. വന്നിരിക്കും, ഇറങ്ങിപ്പോവും. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് എതിരായി ശിക്ഷ വന്ന ദിവസം അദ്ദേഹം അമിത്ഷായും ലോക്സഭയിൽ വന്നു. സഭ പിരിഞ്ഞു എന്ന് സ്പീക്കർ പ്രഖ്യാപിച്ചപ്പോ ഇവര് 2 പേരും BJPയുടെ സീനിയർ നേതാക്കന്മാരും സ്പീക്കറുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. പിറ്റേ ദിവസം കാലത്താണ് രാഹുൽ ഗാന്ധിയെ ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ടുള്ള സ്പീക്കറുടെ തീരുമാനം വരും. അന്ന് വൈകുന്നേരം രാഹുൽ ഗാന്ധി താമസിച്ചിരുന്ന സർക്കാർ വസതി ഒഴിയാൻ അദ്ദേഹത്തിന് നോട്ടീസ് കിട്ടുക. ഇപ്പൊ ഡൽഹിയിലൊക്കെ നിങ്ങൾക്ക് കാണാം, പണ്ട് ജാംബവാന്റെ കാലത്ത് MP മാരായിരുന്നവർ ഇപ്പൊ സ്ഥാനം നഷ്ടപ്പെട്ടിട്ട് അവരൊന്നും ക്വാർട്ടേഴ്സ് ഒഴിപ്പിച്ചിട്ടില്ല. ആ സ്ഥാനത്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ വന്ന് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി ഇറക്കി വിട്ടു. അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു സ്വന്തമായിട്ട് വീട് ഇല്ല ഡൽഹിയിൽ. അവസാനം സോണിയാഗാന്ധിക്ക് അനുവദിച്ച 10 ജൻപതിൽ അദ്ദേഹം താമസം മാറ്റി. അത് കഴിഞ്ഞ് ഭാഗ്യവശാൽ സുപ്രീം കോടതി, അങ്ങനെ പലപ്പോഴും ജനാധിപത്യത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ കോടതി രക്ഷകരായിട്ട് വരാറുണ്ട്. അങ്ങനെ സുപ്രീം കോടതി ആ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനം തിരിച്ചു കിട്ടുകയും അദ്ദേഹത്തിന് താമസിച്ച ക്വാർട്ടേഴ്സ് തിരിച്ചു കിട്ടുകയും. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നഷ്ടം ആർക്കുണ്ടായി? ഇവിടെ വീരവാദം പറയുന്ന പിണറായിക്ക് വല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? നഷ്ടമല്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ലാഭമാണ് ഉണ്ടായത്. ആ ലാഭത്തിന്റെ പേരിലാണല്ലോ പ്രധാനമന്ത്രി സ്വീകരിക്കാനും യാത്ര അയക്കാനും അദ്ദേഹം പോയത് കൊച്ചി എയർപോർട്ടിൽ. എന്തൊരു വിനീത വിധേയനായിട്ട് അദ്ദേഹം നിന്നത്. ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ചീറിയെടുക്കുന്ന വിദ്വാൻ, വളരെ അനുസരണയോടുകൂടി ആട്ടുംകുട്ടിയെ പോലെ മോഡിയുടെ മുമ്പിൽ തല കായ്ച്ചു നിൽക്കുകയാണ്. അങ്ങനെ തലയയക്കാൻ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ കിട്ടില്ല, അഭിമാനത്തോടെ പറയും. അപ്പൊ BJPക്കെതിരെ ഫൈറ്റ് ചെയ്തതിന്റെ പേരിൽ MP സ്ഥാനം നഷ്ടപ്പെട്ട നമ്മുടെ നേതാവ്, ആ കോൺഗ്രസിനെയാണോ നിങ്ങൾ അവിശ്വസിക്കുന്നത്? ആ കോൺഗ്രസിന് ബദലാണോ നിങ്ങൾ? ഇപ്പോ ഇന്ത്യയിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരു 3 കൊല്ലത്തിനിടയിൽ 10ഓളം സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടന്നു. 6 BJP ജയിച്ചു, 3 കോൺഗ്രസ് ജയിച്ചു, 1 ആം ആദ്മി ജയിച്ചു. ഈ 10 സ്റ്റേറ്റുകളിൽ ഒരൊറ്റ സീറ്റ് ജയിക്കാൻ CPM കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സംഖ്യ ഒന്ന് എടുത്തു.
10 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. CPI-ക്ക് കഴിഞ്ഞു. എവിടെ? തെലങ്കാനയിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിരുന്നു അതിന്റെ പേര്. ഞാനാണ് അവിടെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പാർട്ടി എന്നെ നിയോഗിച്ചു. എന്നെ ഉന്നതരായിട്ടുള്ള പല CPI-യുടെ നേതാക്കന്മാരും വിളിച്ചു. സോണിയാഗാന്ധി ശക്തമായിട്ടെടുത്തു. അവരും കൂടെ കൂട്ടണം. മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു അവരെ കൂടെ കൂട്ടണം. അപ്പൊ എന്നോട് തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു, നിങ്ങളവിടെ ഫൈറ്റ് അല്ലേ, നിങ്ങൾ അവരെടുക്കാൻ സമ്മതിക്കുക? ഞാൻ പറഞ്ഞു, കേരളത്തിന്റെ 4 മതിലുകൾക്കുള്ളിൽ നിൽക്കുന്നവരല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർ, ഇത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പാർട്ടി. ഞങ്ങൾ എന്താണ് ദേശീയ നയം, ആ നയം ഞങ്ങൾ അനുസരിക്കും. CPM-നും ഏതാണ്ട് സമ്മതമായത് അപ്പോഴേക്കും പിണറായി ചെന്ന് കോലി വെച്ചു. അതുകൊണ്ട് CPM-ന് നഷ്ടം എല്ലാ സ്ഥലത്തും കെട്ടിവെച്ച കാശ്. CPI ഒറ്റ സീറ്റിൽ കോൺഗ്രസിന്റെ കൂടെ മത്സരിച്ചു, അവർ ജയിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് 10 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് ജയിക്കാത്ത പാർട്ടിയാണോ ദേശീയ ബദൽ എന്ന് പറയുന്നത്? ആ പാർട്ടിക്കാണോ നിങ്ങൾ കേരളത്തിൽ വോട്ട് ചോദിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദമാഷൊരു പ്രസ്താവന കണ്ടു. അദ്ദേഹം പറയാണ് കേരളത്തിൽ LDF-ഉം BJP ആയിട്ടാ ഫൈറ്റ് എന്ന്. ഇത് കേട്ട ചില BJP നേതാക്കൾക്ക് വരെ ബോധപ്പെടുവോ? അപ്പൊ നിങ്ങളുടെ മനസ്സിലിരിപ്പെന്താ? എന്തുകൊണ്ട് കേരളത്തിലെ CPM-നെ കോൺഗ്രസ് എതിർക്കുന്നു എന്ന ചോദ്യത്തിന് നമ്മുടെ മറുപടി, നരേന്ദ്രമോദിയെ ഉള്ളിൽ ഇഷ്ടപ്പെടുന്നവരാണ് കേരളത്തിലെ മാർക്സിസ്റ്റുകൾ. ഞാൻ ചില BJP-യുടെ നേതാക്കളോട് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾ ഇഡിക്കിനെ കയറ്റുന്നുണ്ടല്ലോ, എന്നാൽ എന്തേ കേരളത്തിൽ മാത്രം കയറ്റാത്തത്? അവർ പറഞ്ഞു, ഇത് സിമ്പിളാണ് ഈ ചോദ്യത്തിന്റെ മറുപടി. നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഇഡിനെ കയറ്റുമ്പോൾ അതിന്റെ ബെനിഫിഷ്യറി ഞങ്ങളാണ്. എന്നാൽ കേരളത്തിൽ ഇഡി കയറിയാൽ അതിന്റെ ബെനിഫിഷ്യറി ഞങ്ങളല്ല, കോൺഗ്രസ്സാണ്. നിങ്ങളാണ് അതിന്റെ ബെനിഫിഷ്യറി. അപ്പോൾ ഇവര് തമ്മിലുള്ള ബന്ധം മനസ്സിലായി. അപ്പൊ രണ്ടുപേരുടെയും ലക്ഷ്യം, BJP-യുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം, കേരളത്തിലെ പിണറായിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളം. ഇതാണ് ഈ അന്തർധാരയുടെ മുഖ്യ കണ്ണി എന്ന് പറയും. ഇങ്ങനെയുള്ള അന്തർധാരയെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ആലോചിച്ചുറപ്പിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ആ എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. അവരെ ജനം ഏറ്റെടുത്തിരിക്കുന്നു, തൃശ്ശൂർ ഉൾപ്പെടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചോദിക്കുന്നത്, വടകരയിൽ ഞാൻ 5 വർഷം പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലത്തിൽ ഇന്നാണ് സത്യത്തിൽ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് കൺവെൻഷൻ വെച്ചത്. ഞാൻ വരുമ്പോൾ പറഞ്ഞു, ഒരു കാരണവശാലും കൺവെൻഷൻ മാറ്റരുത്, പുതിയ സ്ഥാനാർത്ഥി വരുമ്പോൾ ഞാൻ മത്സരിക്കുന്ന പോലെ നിങ്ങൾ കണക്കാക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചു ചോദിച്ചു, എന്താ അവിടുത്തെ സ്ഥിതി? ഒരു ആവേശത്തോടെ ജനങ്ങൾ സ്ഥാനാർത്ഥിയെ ഇപ്പൊ കാത്തിരിക്കുകയാണ്. അവിടെ ആയിരങ്ങൾ അവിടെ മൈതാനത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, 20 നമുക്ക് ജയിക്കാൻ കഴിയും. പക്ഷെ അതിന് അടുക്കും ചിട്ടയുമായിട്ടുള്ള പ്രവർത്തനം നാം കാഴ്ചവെക്കണം. ഏതായാലും ജനങ്ങളുടെ ഒരു വികാരം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ജനങ്ങളോട് നമ്മുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞ് ജനങ്ങളെ സമീപിച്ചാൽ ജനം നമ്മൾ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഏതായാലും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, കേരളത്തിലെ കോൺഗ്രസിന്റെ, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ആശയങ്ങൾക്ക് വേണ്ടി പൊരുതിയതിന്റെ പേരിലാണ് ഞാനും പ്രതാപനൊക്കെ ഉൾപ്പെട്ട MP-മാർക്ക് സസ്പെൻഷൻ കിട്ടിയത്. ഞാൻ ഇത്രയും വർഷം ലോകസഭയിൽ അംഗമായിരുന്നു, 4 ടേം ലോക്സഭയിൽ അംഗമായിരുന്നു, 2 തവണ നിയമസഭയിൽ അംഗമായിരുന്നു. ഒരു ദിവസം പോലും ഒരു സസ്പെൻഷനോ ഒരു ശാസനയോ എനിക്ക് കിട്ടിയതല്ല. പക്ഷെ ഇത്തവണ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളും കാറ്റിൽ പറത്തുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയും. ഇപ്പൊ തന്നെ അവസാനം ഞങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടാൻ കാരണം എന്താ? ഇത്രയും സെക്യൂരിറ്റിയുള്ള ലോകസഭയിലെ ഗാലറിയിൽ നിന്ന് 2 പേര് സഭയ്ക്കകത്തേക്ക് എടുത്തിയാൽ, ഒരാളവിടെ മറ്റേ സെക്യൂരിറ്റി ജീവനക്കാരിയുടെ മേത്ത് കെട്ടി വീണു. പക്ഷെ രണ്ടാമത്തെ ആൾ ശരിക്കും ചാടി. നിങ്ങൾ കണ്ടില്ലേ, കൊരങ്ങൻ ചാടുന്നവരെ ചാടി പോകുന്നു. അയാൾക്ക് പാസ് കൊടുത്താരാ?
BJPയുടെ ഒരു MP ഞങ്ങൾ ചെയ്യാലെങ്ങനെ പാസ് കൊടുക്കും? നേരെ മറിച്ച് കോൺഗ്രസിന്റെ ഒരു MP ആണ് പാസ് കൊടുത്തിരുന്നെങ്കിൽ, ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട MP ആണ് പാസ് കൊടുത്തിരുന്നെങ്കിൽ എന്തെല്ലാം നടക്കുമായിരുന്നു? ഈ രാജ്യത്ത് എന്തൊക്കെ നടന്നേനെ? ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് കൊടുക്കും? എന്താ കൊടുക്കാൻ കാരണം? ആ MP മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാത്ത ഘട്ടത്തിൽ ഞങ്ങൾ പ്രതിഷേധിച്ചു. പ്രതിഷേധിച്ചെന്ന് പറഞ്ഞാൽ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. ആദ്യ സസ്പെൻഷൻ ബെന്നിക്കും പ്രതാപനൊക്കെ കിട്ടി. അടുത്ത ദിവസം ഞാനും E.T. മുഹമ്മദ് ബഷീറുള്ളവർക്ക് കിട്ടി. നമ്മുടെ ഉദ്ഘാടകൻ VD സതീശൻ ഇവിടെ വന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് സസ്പെൻഷൻ കിട്ടിയത്? മോഡിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായ സമീപനം സ്വീകരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇവിടെ TV ചർച്ചയിലൊക്കെ ചോദ്യം ചോദിച്ച് UDF MPമാരുടെ വ്യക്തിത്വം ചോദ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ലോക്സഭയിലെ 2 MPമാർക്ക് എന്നാ സസ്പെൻഷൻ കിട്ടിയതറിയോ? സഭ പിരിയുന്നതിന്റെ തലേ ദിവസം. കാരണം ഈ ദിവസങ്ങളിലൊന്നും ഒരു സഭയിൽ വന്നിട്ടില്ല. നിങ്ങൾക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ. ഞാനും പ്രധാനമൊക്കെ ജനപ്രതിനിധികളായതുകൊണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ പ്രസംഗങ്ങളും കാര്യങ്ങളും പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അല്ലാതെ വെറുതെ ഇവിടെ നിന്ന് തള്ളലല്ല. മുരളീധരൻ എന്തൊക്കെ പ്രസംഗിച്ചു ലോകസഭയിൽ, TN പ്രതാപൻ എന്തൊക്കെ സംസാരിച്ചു ലോക്സഭയിൽ, ഇപ്പൊ ജമീൽ മേത്തർ രാജ്യസഭയിൽ എന്തൊക്കെ സംസാരിച്ചു, ഇതെല്ലാം പാർലമെന്റിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾക്കൊക്കെ സസ്പെൻഷൻ കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇടതുപക്ഷത്തിലെ 2 MPമാര് വന്നപ്പോൾ അവര് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇവരവസാനം കുറെ ബഹളം വെച്ച് സ്പീക്കർ മൈൻഡ് ചെയ്തു. അവസാനം സ്പീക്കറോട് പറഞ്ഞ് ഞങ്ങളെ കൂടെ ഒന്ന് സസ്പെൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് സഭ പിരിയുന്ന ദിവസം 2 പേർക്ക് സസ്പെൻഷൻ കിട്ടി. ഇതൊക്കെ ശരിയല്ലേ എന്ന് റെക്കോർഡൊന്ന് പരിശോധിച്ചാൽ മതി. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ റെക്കോർഡ് പരിശോധിച്ചോ? അതുകൊണ്ട് ഇങ്ങനെ ചെയ്തവരാണ് കേരളത്തിലെ 18 UDF MPമാരാണ് ഈ കുഴപ്പങ്ങളുടെ മുഴുവൻ കാരണം എന്ന് പറഞ്ഞു കിടക്കും. അപ്പോൾ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോ ഞങ്ങളൊക്കെ ഭേദഗതികൾ അവതരിപ്പിച്ചുകൊണ്ട് സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളിക്കളഞ്ഞു BJPയുടെ നിയന്ത്രണത്തിലുള്ള സഭ. ഏക സിവിൽ കോഡ് ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചു. മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നൽകിയ അവകാശങ്ങൾ പരിപാലിക്കാൻ ഞങ്ങൾ ശക്തമായി രംഗത്ത് നിന്നിട്ടുണ്ട്. അത് മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാനും ഞങ്ങൾ ഒപ്പം നിന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ശബരിമലയിലെ യുവതി പ്രവേശനം സംബന്ധിച്ച് ചില സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി. ശബരിമല ആചാരം എന്താണ് അത് പരിപാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട വരെ പദയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അതുപോലെ തന്നെ ഗണപതി ഒരു മിഥ്യയാണെന്ന് സ്പീക്കർ പറഞ്ഞപ്പോ നിങ്ങളുടെ ജോലി അതല്ല, ഗണപതി ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട് എന്ന് ശക്തമായി പ്രതികരിച്ചവരാ ഞങ്ങളൊക്കെ. കാരണം അതാണ് കോൺഗ്രസിന്റെ നിലപാട്. എല്ലാ മതങ്ങളുടെയും അവകാശങ്ങൾ പരിപാലിക്കപ്പെടണം, മതേതരത്വം സംരക്ഷിക്കണം. അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും കോൺഗ്രസ് മുന്നോട്ട് പോകും, UDF മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും മതേതര നിലപാട് സ്വീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ജനമുന്നേറ്റത്തിൽ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന UDFന്റെ MPമാരും ഒപ്പമുണ്ടാകും എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ആകെ ഒരൊറ്റ ഗ്യാരണ്ടിയേ ഉള്ളൂ. ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി അവസാനം വരെ ഞാൻ പാർട്ടിയോടൊപ്പം ഉണ്ടാകും. നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം, അദ്ദേഹത്തിനോടൊപ്പം കേരളത്തിൽ 494 കിലോമീറ്റർ നടന്ന ഒരാളാണ്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. അതൊക്കെയാണ് ഒരു കോൺഗ്രസ്സുകാരന് കിട്ടുന്ന അംഗീകാരം. അദ്ദേഹം ഒരു സഹോദരനെ പോലെ എന്നെ കൊണ്ടു നടന്ന രംഗം ഞാൻ ഓർക്കുക. അത് തന്നെ പോലെ ഒരു കോൺഗ്രസ്സുകാരന് ഒരു അഭിമാനം മറ്റെന്താ വേണ്ടത്? അല്ലാതെ സ്ഥാനമാനങ്ങളാണോ, ടിക്കറ്റാണോ? ഇത്
ടിക്കറ്റ് ആരും കൊടുക്കാനിട്ടല്ലോ, ജനം ജയിപ്പിക്കണ്ടേ. അപ്പൊ ഞാൻ മറ്റൊന്നിനെ കുറിച്ചും പറയല്ല. അപ്പൊ ആ രാഹുൽ ഗാന്ധിയോടൊപ്പം മതേതര ഇന്ത്യക്ക് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് എന്റെ ഒരേ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ആ ഗ്യാരണ്ടി അല്ലാതെ ഒന്നും തരാൻ എന്റെ കയ്യിലില്ല. പക്ഷേ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. ഈ നിയോജകമണ്ഡലത്തിന്റെ വികസനം പ്രതാപൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. സർവോപരി ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹാശിസ്സുകളും സഹായങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാം. തൃശ്ശൂരിന്റെ പാരമ്പര്യം ലീഡർക്ക് ജന്മം നൽകിയ, ലീഡർ രാഷ്ട്രീയക്കാരന് ജന്മം നൽകിയ ഒരു മണ്ണാണ്. കൊച്ചി അസംബ്ലിയിൽ, തിരുകൊച്ചി നിയമസഭയിൽ, കേരള നിയമസഭയിൽ, രാജ്യസഭയിൽ, ലോക്സഭയിൽ എല്ലാം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ലീഡർ സി കെ കരുണാകരൻ. അദ്ദേഹമാണ് ഞങ്ങളെ കുടുംബാംഗങ്ങളെ ഒരു മതേതര മുദ്രാവാക്യം ഞങ്ങളെ പഠിപ്പിച്ച അദ്ദേഹം. ഞാനിപ്പോൾ ഓർക്കുന്നത് 1978 പാർട്ടിയിലൊരു പിളർപ്പുണ്ടായപ്പോ എന്നാണ് അദ്ദേഹം കുടുംബാംഗങ്ങളുമായിട്ട് ഒരു കാര്യം ചർച്ച ചെയ്ത് ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായത് വരും. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ സഹിക്കാം. ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി പറഞ്ഞാണ് എന്ത് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള എല്ലാ നിലപാടുകളിലും ഉറച്ച സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹം മരിച്ചപ്പോ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ മൃതശരീരത്തിൽ പതപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക. ആ പതാക പുതച്ച് മാത്രമേ ഈ മണ്ണിൽ നിന്ന് യാത്രയാവൂ എന്ന് പ്രതിജ്ഞ എടുത്ത ഒരാളല്ല. അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും ശരി, ആ മൂവർണ്ണ കൊടിയുമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം.